ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഫെബ്രുവരി 15 എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചുപേരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്, അടുത്ത എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര്. ഇനി അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മാസത്തിലാണ് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതെന്നാണ് CSEB നമ്മുടെ ബോർഡിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ചേഞ്ച് വരുന്നത് 160 ചോദ്യം എന്നുള്ളതിനെ 100 ചോദ്യത്തിലേക്ക് മാറ്റും എന്നുള്ളത് ഒരു വലിയ ചേഞ്ച് ആയിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് അനുസരിച്ച് നിങ്ങൾ പഠനം മാറ്റേണ്ടിയിരിക്കുന്നു. എങ്ങനെ പഠനം മാറ്റിയാലും മാറാത്ത ഒരു സബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ മാറ്റം വരാത്ത ഒരു സബ്ജക്റ്റ് ഉണ്ട്, KCS ആക്ട്. അതായത് നമ്മുടെ സഹകരണ നിയമം. സഹകരണ നിയമം കൃത്യമായിട്ട് സഹകരണ പരീക്ഷകളിലെല്ലാം PSC എക്സാം ആയിക്കോട്ടെ, CSEB എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാമിനും തീർച്ചയായിട്ടും ചോദിക്കും. അതിന് യാതൊരു മാറ്റവും വരില്ല. പക്ഷേ ഇത് പഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രാവശ്യം 2025 അമെന്റ്മെന്റ് നടന്നു, റൂൾ അമെന്റ്മെന്റ് നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ എക്സാമിന് റൂൾ അമെന്റ്മെന്റ് ബാധകമല്ലായിരുന്നു. എന്നാൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അടക്കമുള്ള എക്സാമുകൾക്ക് ഇനി KCS ആക്ടും റൂളും അമെന്റ്മെന്റ് ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അതായത് 2023 KCS ആക്ട് അമെന്റ്മെന്റും 2024 KCS റൂൾ അമെന്റ്മെന്റും നിങ്ങൾ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമങ്ങൾ നമുക്ക് മറക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം നോട്ടിഫിക്കേഷന് ഒരു 1.5 മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠനം നേരത്തെ തുടങ്ങിയാൽ മാത്രമേ ആ ഒരു സക്സസിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പഠനം പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠനത്തിലേക്ക് കടക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ എക്സാം കഴിഞ്ഞത് പാടായിരുന്നു, ഡിപ്രഷനിലാണെങ്കിൽ ഞാൻ പറയുന്നത് അതൊക്കെ മാറ്റിവെക്കുക. ലൈഫാണ്, പലപ്പോഴും ഡിപ്രഷൻസ് വന്നേക്കാം, വിഷമങ്ങൾ വന്നേക്കാം. അതിനെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ലെറ്റ്സ് മൂവ് ഓൺ. നിങ്ങൾ മുൻപോട്ട് നീങ്ങുക, നിങ്ങൾ പഠനത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങൾ തീർച്ചയായിട്ടും പഠനത്തിൽ മടങ്ങി വരണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കാരണം നിങ്ങൾക്കറിയാം, APT അക്കാദമി കോട്ടയം നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. കാരണം എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുന്ന ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോയുടെ മാത്രമുള്ള ടെക്സ്റ്റ് APT അക്കാദമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ എഡീഷൻ ആയിട്ട് വരുന്ന APT അക്കാദമിയുടെ ടെക്സ്റ്റ് ആണ് ഇത്. KCS ആക്ട് 2025 പബ്ലിക്കേഷൻ ആണ്. ഇതിൽ വരുന്നത് 2023 ആക്ട് അമെന്റ്മെന്റ്, 2024 റൂൾ അമെന്റ്മെന്റ് ഇതിൽ ഉൾപ്പെട്ട ടെക്സ്റ്റ് ആണ്. അതായത് പുതിയതായിട്ട് നിങ്ങൾ ഇനി എക്സാമിന് പഠിക്കേണ്ടത് എന്താണോ അതേ ആക്ട് ആണ് ഇതിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് പുതിയ സഹകരണ നിയമമാണ് ഈ ടെക്സ്റ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, പഴയതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഇനി പഠിക്കേണ്ടത് പുതിയതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് 110 സെക്ഷനും 201 റൂളും അടങ്ങുന്ന ടെക്സ്റ്റ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന് വില എന്ന് പറയുന്നത് 450 രൂപയാണ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. എന്നാൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ ഇപ്പോൾ ഈ ടെക്സ്റ്റ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. മനസ്സിലാക്കുക, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുന്ന ടെക്സ്റ്റ് അല്ല. KCS ആക്ട് അമെന്റ്മെന്റ് ഉൾപ്പെടുന്ന, അതായത് പുതിയ KCS നിയമം, നമ്മുടെ പുതിയ സഹകരണ നിയമമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 110 സെക്ഷൻ, 201 റൂള്. ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ആദ്യത്തെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ ആക്ട് നിലവിൽ വന്നതെന്നൊക്കെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അപ്പെക്സ് സൊസൈറ്റികളുടെ എണ്ണം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ടൈം ലൈൻ അതിന്റെ അവസാന പേജിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓഫൻസ് ആൻഡ് പെനാൽറ്റീസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഫോമുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തേക്കുന്നു. മാനേജിംഗ് കമ്മിറ്റി, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം അവസാനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. KCS ആക്ട് റൂള് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്ന ടെക്സ്റ്റ് ആണ്. പുതിയ സഹകരണ നിയമം നിങ്ങൾ ഇനി പഠിക്കേണ്ടത് ഇതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ്. ആയതിനാൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം. മാർക്കറ്റ് പ്രൈസ് 450 ആണ്. എന്നാൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ 95 44 14 55 20 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതിയാവും. APT എന്നൊരു വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ APT എന്ന് 3 അക്ഷരം നിങ്ങൾ ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ഡിസ്കൗണ്ട് പ്രൈസിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠനം ടെക്സ്റ്റ് വാങ്ങിയത് കൊണ്ടാകുന്നില്ല, പഠനം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം. എത്ര ടെക്സ്റ്റ് വാങ്ങി അടുക്കി വെക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുകയാണെങ്കിൽ ആ എക്സാം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഈ ടെക്സ്റ്റ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക്